ഇന്നിപ്പോൾ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളക്കപ്പ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മൾ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വേണം ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. വെച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് ചോറോ അങ്ങനെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയെന്ന് നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും എല്ലാം കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി ഇനിയിപ്പോൾ ഒരു മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഞാൻ കഴുകി എടുത്ത് പിന്നെ കുറേ പേര് ചോദിച്ച് എന്ത് വീഡിയോ ഇടാത്തതെന്ന്. വീഡിയോ ഇടാനായിട്ട് പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്നും കുറഞ്ഞ് വന്നിട്ടില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, കുറഞ്ഞിട്ട് ഞാൻ എന്തായാലും തിരിച്ച് വരും. പിന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുവാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ചെറിയ രീതിയിലുള്ള വീഡിയോസ് ഇട്ട് പോകാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ കപ്പ വെച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വെന്ത് വന്ന് ഇതിനിടയ്ക്ക് ഞാൻ 2 ചേമ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേമ്പെടുത്ത് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ച് ഇത്തിരി അരപ്പിട്ട് കൊടുക്കാം. മീൻകറിയും കൂടെ ഉണ്ടല്ലോ. നമ്മൾ അവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത്. മീൻകറിയുടെ നല്ല മണമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മളെ കപ്പയിൽ നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഇളക്കിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കപ്പ ഈ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്ത് നടുക്കൊന്ന് പരത്തിയതിന് ശേഷം നല്ല ചൂട് മീൻകറി നെത്തോലിയും ചാളയും കൂടെ ഒരുമിച്ചിട്ട് മിക്സായിട്ട് വെക്കുന്ന മീൻകറി നല്ല ടേസ്റ്റാണ്. അത് കുഞ്ഞു മീനുകളാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഉണ്ടമുളകൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിച്ച് നോക്കണം കേട്ടോ, കഴിച്ചിട്ടില്ലാത്തവർ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.